ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്നൊരു അമ്പലത്തിൽ പോവുകയാണ്. ഇവിടെ അടുത്തുള്ള തൊഴുവങ്കോട് അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അപ്പൊ നമ്മൾ ഉത്സവം കാണാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോവാണ് ഗൈസ്. കമോൺ ഗൈസ്, നമുക്ക് പോകാൻ ഗൈസ്. നമുക്ക് മൂന്നുപേരും പോകാം. അബി, ഞാൻ, പല്ലവി, ഞാൻ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചായക്കടയും കുറേ ടോയ്സും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തും കയറി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പാനിപ്പൂരി ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഓർഡർ ചെയ്തു കേട്ടോ. എനിക്ക് അത്ര താല്പര്യമില്ല കോളിഫ്ലവർ ഫ്രൈ, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഇത് കഴിച്ചു തുടങ്ങി നമുക്ക് നിർത്താൻ പറ്റത്തില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഏട്ടന് മേടിച്ചതാണ്, പക്ഷേ ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാനിപ്പൂരി ഓർഡർ ചെയ്തു. പിന്നെ കടലയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളത്, അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ പൊരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ പഞ്ഞി മുട്ടായി ഉണ്ടല്ലോ, പണ്ടത്തെ വായിട്ട് അലിഞ്ഞു പോകുന്നു. അപ്പോൾ അത് ഇവാൻ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്ന്. അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഹൽവ മേടിച്ചു കേട്ടോ. അതൊരു തേങ്ങാപ്പാലൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഹൽവ കേട്ടോ. അപ്പോൾ അങ്ങനെ അതും മേടിച്ചു. ഇത് വാങ്ങിച്ചിറങ്ങിയപ്പോൾ പിന്നെയും പാനിപ്പൂരി കട ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെയും തോന്നി കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ആ ചേട്ടനോട് ഒന്ന് ഓർഡർ ചെയ്തു. ഇത് നമ്മൾ ആദ്യം കഴിച്ചേക്കാളും ഇവിടുത്തെ കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ചേട്ടനിൽ ഗ്രീൻ പീസും കുറേ എന്തൊക്കെയോ ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുളി ഉപ്പും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റ് ആയിരുന്നു.
അങ്ങനെ പാനിപ്പൂരിയെ കഴിച്ചിറങ്ങിയപ്പോൾ അടുത്ത ഐസ്ക്രീം കണ്ടു. പിന്നെ ഇവാനാക്കി ഐസ്ക്രീം വേണം, കുടിച്ചിട്ടേ അവൾ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ ചൂസ് ചെയ്തോട്ടു. പക്ഷേ ഇവിടുത്തെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂബെറിയാണ് ആദ്യം എടുക്കാൻ പോയത്. അപ്പോൾ അവൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾ വേറെ ഏതോ ഫ്ലേവറാണ് മേടിച്ചത്, എനിക്ക് ഓർമ്മയില്ല ഏത് ഫ്ലേവറാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവൾക്ക് സ്ട്രോബെറി മേടിച്ചു കൊടുത്തപ്പോൾ കുറേ കുട്ടികളുണ്ട് കേട്ടോ, സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ ഐസ്ക്രീം മേടിക്കണോ വേണ്ടേന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ഏട്ടൻ പോയി മേടിച്ചു കൊടുത്തു കേട്ടോ. അവരെ കണ്ടപ്പോൾ ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവർ ക്യാഷ് ഷെയർ ഇട്ടല്ലേ മേടിക്കുന്നത്. അപ്പോൾ അവരെ കണ്ടുകൊണ്ട് അങ്ങനെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അവർ ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി. അവിടെ നിന്ന് നേരെ വന്നു കേട്ടോ. ഐസ്ക്രീം എനിക്കും കുറച്ച് തന്നു കേട്ടോ ഇവാന. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ഏട്ടൻ പറയും നമുക്ക് നാരങ്ങ സോഡ സർബത്തും കൂടെ കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാട്ടോ, അവിടെ പോയി. അവിടുത്തെ പ്രത്യേകത ഈ ചേട്ടൻ്റെ കടയിൽ എല്ലാം നാടൻ സാധനങ്ങളാട്ടോ, വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളായിട്ടോ എടുത്ത് വയ്ക്കുന്നത്. സോഡ നാരങ്ങ കുടിക്കുമ്പോൾ കൊണ്ടല്ലോ നമ്മുടെ വയറും ഫുള്ളാവും, പിന്നെ നമ്മുടെ മനസ്സും ഫുള്ളാവും കേട്ടോ. കാരണം വലിയ ഗ്ലാസ് ആട്ടോ. ഇപ്പോൾ ഇവാനയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിൻ്റെ. ഈ പത ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവാന കുടിക്കത്തില്ല, അത് നമ്മളൊന്ന് കുടിച്ചിട്ട് കുറച്ച് കൊടുക്കുമ്പോൾ അവൾ കുടിക്കും കേട്ടോ. ഈ ചേട്ടൻ്റെ കട നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല നീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഇതുവരെ ഒന്ന് കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഇതും കൂടെ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ വയറ് ഫുള്ളായി കേട്ടോ. പാനിപ്പൂരിയും നമ്മുടെ കടലയും എന്തൊക്കെ എല്ലാം കഴിച്ച് ഐസ്ക്രീം എല്ലാം കുടിച്ച് വയറ് ഫുള്ളായി കേട്ടോ. ഗൈസ് ഇതുണ്ടോ ഇവാനയ്ക്ക് മേടിച്ച കേട്ടോ, ഞാൻ എടുത്തിട്ടേക്കുവാണ്, അമ്പലത്തിൽ നിന്ന് മേടിച്ചതാ. അപ്പം ഞങ്ങൾ പോയപ്പോൾ എന്താ മീന് വെച്ചിട്ടാട്ടോ പോയത്. പുളിമുളകിട്ട് എന്ത് മീനാന്ന് എനിക്കറിയില്ല, എന്തോ ഒരു മീനാണ്. നമ്മുടെ ചുമന്ന മീനൊക്കെ പോലെ ഇരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് പുളിമുളകും വെച്ചിട്ടാ പോയത്. എങ്ങനെയുണ്ട് എന്റെ മീൻകറി? അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ദോശയും മീൻകറിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ചൂട് ദോശയും നല്ല മുളകിട്ട മീൻകറി കണ്ടോ. ജ്യൂസിലുള്ള ജെല്ലി ചോറ് കഴിക്കുന്ന പോലെ കഴിക്കുന്ന ഇവാന ചോറ്. ഗൈസ് നമ്മളപ്പം ഇത് മേടിച്ചിട്ട് കഴിച്ചില്ല, കാരണം വയറ് ഫുള്ളായിട്ട്. അവിടെ നിന്ന് പാനിപ്പൂരിയെ കഴിച്ചു, പിന്നെന്താ കോളിഫ്ലവർ ഫ്രൈ കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഡിന്നർ റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ദോശയും മീൻകറിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ ഒരു സാലഡ് ഉണ്ടാക്കി കേട്ടോ. അതിൽ ഒണിയനും മറ്റേ നമ്മുടെ മല്ലിയിലയും തൈരും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ കടുവും കൂടെ താളിച്ചു കേട്ടോ, അത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് വരാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഡിന്നറിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മുടെ വയറ് ഫുള്ളാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ മീൻകറി ടേസ്റ്റ് ചെയ്യാനുള്ള കൊതി കാരണം കേട്ടോ ഞങ്ങൾ ഓരോ ദോശ ഇട്ടത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റ് ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.